ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഹെൻറി ഫയോളുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ശരിക്കും മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഹീ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. ഇനി ഇതിൽ അക്കോർഡിംഗ് ടു ഫയോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കൺസേൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 6 ഗ്രൂപ്പ്സ്. നെയിംലി, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിലെ ആക്ടിവിറ്റീനെ 6 ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടെക്നിക്കൽ, 2 കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ് ആൻഡ് മാനേജീരിയൽ. അപ്പോൾ ഈ ടെക്നിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പം അവിടെ കൃത്യമായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് വാങ്ങുക, വിൽക്കുക, അതുമായി ബന്ധപ്പെട്ടൊരു സെക്ഷൻ ആയിരിക്കും ഇവിടെ. മൂന്നാമത്തേൽ ഫിനാൻഷ്യൽ ആണ്. ഇവിടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്, അതായത് മാക്സിമം നമ്മളിൽ ഇറക്കിയിരിക്കുന്ന ക്യാപിറ്റലിനെ ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ കാണിക്കും. നാലാമത്തെ പോയിന്റ് സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പേഴ്സണിനും പ്രോപ്പർട്ടിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റോക്ക് ടേക്കിങ്, അതിൻ്റെ കോസ്റ്റിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾ, അതൊക്കെയാണ് ഈ ഒരു വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. ആറാമത്തെ പോയിന്റിൽ മാനേജീരിയൽ ആണ്. ഇത്രയും ആക്ടിവിറ്റീനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കമാൻഡ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആദ്യത്തെ 5 ആക്ടിവിറ്റീസിനെയാണ് വി വിൽ നോട്ട്, ആൻഡ് ഹെൻസ് ദി ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു അനാലിസിസ് ഓഫ് മാനേജീരിയൽ ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ആദ്യത്തെ 5 എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്ക് നന്നായി അറിയുന്നതാണ്. ഫോക്കസ് ചെയ്ത് എവിടെയായിരുന്നു, മാനേജീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരുന്നു. സോ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു അഡ്മിനിസ്ട്രേഷൻ തിയറി. Henry Fayol was the first person that recognized the different qualities of a manager. ഒരു മാനേജറുടെ ക്വാളിറ്റീനെ ആദ്യമായിട്ട് കണ്ടെത്തിയതും അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തൊക്കെ ആരാണ്, ഹെൻറി ഫയോളാണ്. സോ അക്കോർഡിംഗ് ടു ദം ക്വാളിറ്റീസ് ആർ, ഒരു മാനേജർക്ക് വേണ്ട എന്തൊക്കെ ക്വാളിറ്റികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹെൻറി ഫയോളുടെ ക്ലാസിഫിക്കേഷൻ 6 പോയിന്റ് ഉണ്ട്. അതിൽ 5 പോയിന്റും നമുക്ക് അറിയുന്നതാണ്. ആറാമത്തേലാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രധാനമായിട്ടും ഒരു മാനേജർക്ക് അല്ലെങ്കിൽ മാനേജറുടെ ക്വാളിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്തത് ഹെൻറി ഫയോളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ക്വാളിറ്റി വേണമെന്നാണ് പറയുന്നത്. ഫിസിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ, നല്ല ഹെൽത്ത്, വിഗർ ആൻഡ് അഡ്രസ്, നല്ല ശാരീരിക ക്ഷമതയുള്ള ഒരാളായിരിക്കണം. മെൻ്റൽ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. മെൻ്റൽ ക്വാളിറ്റി എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ ജഡ്ജ് ചെയ്യാനും, മെൻ്റൽ വിഗർ, മാനസികമായിട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിരിക്കുക. മോറൽ, ധാർമ്മികത, നല്ല എനർജറ്റിക് ആയിരിക്കുക, വളരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിവുള്ള, ആൻഡ് റെസ്പോൺസിബിലിറ്റി, എന്ത് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ഉള്ള ആൾ, ഏതിലും മുൻകൈ എടുക്കാൻ, ഇനീഷ്യേറ്റീവ് ആവാൻ കഴിവുള്ള ഒരാൾ, വളരെ ലോയലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ, ഫാക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി, കൃത്യമായ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളും അന്തസ്സോടു കൂടിയിട്ടുള്ള പെരുമാറ്റവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം ആര്, ഒരു മാനേജർ എന്ന് പറയുന്നത്. നാലാമത്തെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്ത് ഫീൽഡിലാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ടെക്നിക്കൽ ക്വാളിറ്റിയാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം, ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു 6 ക്വാളിറ്റീസാണ് ഹെൻറി ഫയോൾ ഒരു മാനേജർക്ക് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അതുകൊണ്ട് തന്നെ ഫയോൾ ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ ക്ലാസിഫൈ ചെയ്തു. അതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് 5 ക്ലാസിഫൈ ചെയ്തു. അത് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഷുവറായിട്ടും എല്ലാവരും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ ഒരു 3 മാർക്കിനും ക്വസ്റ്റ്യൻ വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ മുമ്പ് തന്നെ നമ്മൾ ബിസിനസ് പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഫയോളിൻ്റെ തത്വങ്ങൾ പഠിക്കാതെ പോയിട്ടുണ്ടാവില്ല. സോ +2 കൊമേഴ്സ് എടുത്ത കുട്ടികൾക്കൊക്കെ ഓൾറെഡി ഇത് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ പ്രധാനമായിട്ടും ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ഈ ഒരു പോയിന്റുകൾ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും
ഡിവിഷൻ ഓഫ് വർക്ക് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കാരണം ഇതിൽ പറയുന്നത് ഒരു ഫേമിൽ എന്തൊക്കെ തരം വർക്കുകളുണ്ടോ അതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അതിനനുയോജ്യമായ ആളുകളെ കണ്ടെത്തുക ആൻഡ് അവർക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം ഓരോ ആളുകൾക്കും അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്ത മേഖലയിൽ വർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ മോർ ദ സ്പെഷ്യലൈസേഷൻ ദ ഗ്രേറ്റർ വിൽ ബി ദ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണോ അത്രത്തോളം അയാൾക്ക് ആ വർക്കിൽ എഫിഷ്യൻ്റ് ആവാൻ പറ്റുന്നു. സോ ഡിവിഷൻ ഓഫ് വർക്കാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗിവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ് ടേക്ക് ഡെസിഷൻസ്. ഒരു സുപ്പീരിയറുടെ അവകാശമാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ടു ഗിവ് ഓർഡേഴ്സ്, അവരുടെ സബോർഡിനേറ്റിന് ഓർഡർ ചെയ്യാനുള്ള അധികാരം ആൻഡ് ടേക്ക് ഡെസിഷൻസ് എടുക്കാനുള്ള, അതാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാലോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഒബ്ലിഗേഷൻ ടു അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് ഓർ ദ ഡ്യൂട്ടി ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ബൈ വെർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ. നമ്മളിൽ അർപ്പിതമായിട്ടുള്ള കർമ്മം എന്താണോ അല്ലെങ്കിൽ പൊസിഷൻ എന്താണോ അതിനെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് മാത്രം പോകുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ്. അത് കോംപ്ലിമെൻ്ററി ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരു പോസ്റ്റ് ഏറ്റെടുത്തു, അധികാരം നമ്മൾ നേടി എന്ന് പറയുമ്പോൾ അവിടെ ഒപ്പം നമുക്ക് എന്തുണ്ട്? അതിൻ്റെതായ ഉത്തരവാദിത്വം കൂടി അവിടെ വരുന്നുണ്ട്. സോ ആക്സെപ്റ്റിംഗ് അതോറിറ്റി മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു പെർഫോം എ ജോബ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് വളരെ സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു അച്ചടക്കം അത്യാവശ്യമാണ്. കാരണം വർക്കേഴ്സ് ലെവലിൽ മാത്രമല്ല എല്ലാ മാനേജ്മെൻറ്റ് ലെവലിലും അത് ആവശ്യമാണ്. നല്ലൊരു ഗുഡ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇഫക്റ്റീവ് ലീഡർഷിപ്പും നല്ലൊരു ഗുഡ് റിലേഷനും മാനേജ്മെൻറ്റും വർക്കേഴ്സ് തമ്മിലും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ തമ്മിലൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരുപാട് ഫൈനുകളും അതുപോലെ പെനാൽറ്റീസും ഒക്കെ ഇമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഇവിടെ പ്രധാനമായിട്ടും എന്താന്ന് പറയുന്നത് ഒരൊറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എപ്പോഴും ഓർഡറുകൾ റിസീവ് ചെയ്യാൻ ഒരു എംപ്ലോയിയെ കൊണ്ട് സാധ്യമാവുന്നുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകൾ അയാൾക്ക് കുറേ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ, അയാളോട് കുറേ ഉത്തരവിടുകയാണെങ്കിൽ അത് ഇത് ചെയ്യുമെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സബോർഡിനേറ്റ് ആണെങ്കിലോ ഒന്നിലധികം സുപ്പീരിയറിൽ നിന്ന് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അയാൾക്കൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. കാരണം ഏതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അതേസമയം സുപ്പീരിയേഴ്സിനോ ഡിഫറെൻറ്റ് ഐഡിയാസ് ആയിരിക്കും ടു പെർഫോം എ വർക്ക് ആൻഡ് ഹെൻസ് ദേ ഇഷ്യൂ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ. ഓരോ സുപ്പീരിയറും അവരുടെ ഐഡിയക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും, ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരിക്കലും ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരൊറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡേഴ്സ് കിട്ടുന്ന പോലെ ആയിരിക്കണം ഒരു സബോർഡിനേറ്റ് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു ടീം നമ്മൾ സെറ്റാക്കുമ്പോൾ ആ ഒരു ടീമിന് ഒറ്റ ഹെഡും ഒറ്റ പ്ലാനും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പക്ഷേ ആ എല്ലാ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനും എന്തായിരിക്കണം? സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് എല്ലാം ഒരേപോലെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്, കോമൺ ഗോൾസിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ്. ഇവിടെ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇവിടെ ഒന്നിലധികം വ്യക്തികൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പല മെമ്പേഴ്സ് ആവുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദീസ് ടു. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം വരും. അതായത് അവിടെയുള്ള ഓരോ വ്യക്തികളുടെ താല്പര്യം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ ഗ്രൂപ്പിനുണ്ടാവുന്ന താല്പര്യം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓഫ് ദ ഒരു എംപ്ലോയിയുടെ ഇൻട്രസ്റ്റിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓർ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് മസ്റ്റ് നോട്ട് പ്രിവെയിൽ ഓവർ ദാറ്റ് ഓഫ് ദ കൺസേൺ. അപ്പോൾ ഫെയോൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് എവ്രിബഡി നെഗ്ലെക്ട്സ് ദ സുപ്രീമസി ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് ഫോർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓർ ഗെയിൻസ്. സ്വന്തം വ്യക്തികളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരാളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രൈസ് ഫോർ ദ സർവീസ് റെൻഡേർഡ് ബൈ എംപ്ലോയീസ്.
എന്താണോ ഒരു എംപ്ലോയി ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത് അതിന് പകരമായി കൊടുക്കുന്നതാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ. അതെപ്പോഴും ഷുഡ് ബി ഫെയർ. എങ്ങനെയായിരിക്കണം? അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ട് വേണം അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ അവർ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അപ്പം നല്ല റെമ്യൂണറേഷൻ പാക്കേജുകളൊക്കെ ഫിനാൻഷ്യലായിട്ടും നോൺ ഫിനാൻഷ്യലായിട്ടും ഒക്കെ ഇൻസെൻറ്റീവ്സും ഒക്കെ നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ നല്ല ഗുഡ് പെർഫോമൻസ് അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തീരുമാനമെടുക്കാനുള്ള അധികാരം ഒരു വ്യക്തിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഹെഡിൽ മാത്രമായി നിൽക്കുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്കറിയാം ഓർഗനൈസേഷൻ 3 ലെവലുണ്ടെന്ന് അറിയാം അല്ലെ, ലോവർ ലെവലും മിഡിൽ ലെവലും ഹയർ ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ചകൾ ചെയ്യാം. അത് ലോവർ ലെവലിലെ ഒരു മാനേജർക്കും വേണമെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാം. എല്ലാം നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സമയത്തിന് നടന്നോളുന്നില്ല അല്ലേ. പക്ഷേ ഡീസെൻട്രലൈസേഷനാണ് കുറച്ചും കൂടി ഒരു വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പം നല്ലത്. അല്ലാതെ എന്ത് കാര്യം വന്നാലും ഒരു ഹെഡ് തന്നെ എല്ലാം അറിയണം, കേൾക്കണം, പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് വലിയൊരു ഓർഗനൈസേഷനും കൂടി ആവുമ്പം അത് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി 9ാമത്തെ പോയിന്റിൽ പറയുന്നതാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കാലാർ ചെയിൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് റാങ്ക്. ഒരു ചെയിന് നമ്മൾ അത് ആലോചിക്കുക, ഇങ്ങനെ ഒരു ചെയിനാന്ന് വിചാരിക്കുക. അതിൽ ഇവിടെ ആരുണ്ടാവും, ഏറ്റവും സുപ്പീരിയർ ഉണ്ടായിരിക്കും അല്ലേ. അവിടെ മുതൽ ഇങ്ങനെ വരുമ്പം അവിടെ ലോവസ്റ്റ് റാങ്ക് വരെയുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. അതടങ്ങിയൊരു സംവിധാനമാണ് ഈ സ്കാലാർ ചെയിൻ. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് മാറ്റാൻ പറ്റും. ബ്രോക്കൺ ചെയിൻ ആണ് സുപ്പീരിയേഴ്സിൻ്റെ. കാരണം അവർ സബോർഡിനേറ്റ്സിന് എന്ത് കൊടുക്കുകയാണ്, കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയിൻ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഒഴുകുന്നത് ഏതിലൂടെ തന്നെയാണ്, ഈ ഒരൊറ്റ ചെയിൻ സിസ്റ്റമാണ്. ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് ആയിരിക്കും. ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുന്നത് നോർമലി എന്തുമാത്രമായിരിക്കും, ഓർഡർ മാത്രമായിരിക്കും, ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ തിരിച്ച് അങ്ങോട്ടേക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ഇവരുടെ ഗ്രീവൻസുകളും ഇവരുടെ പരാതികളും പരിഭവങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പറയുന്നത് 10ാമത്തെ പോയിന്റിൽ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ദെയർ ഷുഡ് ബി മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ ദ ഓർഗനൈസേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് ഈസ് കോൾഡ് മെറ്റീരിയൽ ഓർഡർ. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവ്രിതിങ്. എല്ലാറ്റിനും ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അതിൻ്റെതായ സ്ഥലത്തെ ഇരിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു സ്ഥാപനത്തിലെ വ്യക്തികളാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാറ്റിനും എന്തുണ്ട്, ഒരു ഓർഡർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ്. നമ്മൾ ഏതൊരു കാര്യം തീരുമാനം എടുക്കുമ്പോഴും നീതിയും ന്യായത്തിൻ്റെയും ഭാഗത്ത് നിന്നിട്ട് അല്ലെങ്കിൽ വളരെ ലോയലായിട്ട് അറ്റാച്ച്മെൻറ്റ് എമംഗ് ദം ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷന് തീർച്ചയായിട്ടും എംപ്ലോയീസിനോടും എംപ്ലോയീസിന് തിരിച്ചങ്ങോട്ടും നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കണം. കാരണം എല്ലാ ആളുകളെയും നമ്മളെപ്പോഴും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്യുപ്പൈങ് സിമിലർ പൊസിഷൻ. ചിലപ്പോൾ നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ 1,00,000 മുതൽ 10,000 വരെ സാലറി വാങ്ങുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെ അവരുടെ പൊസിഷനോ റെമ്യൂണറേഷനോ ജോബോ ഒന്നും നോക്കാതെ തന്നെ അവരെ ഈക്വലായിട്ട് ഇംപാർഷ്യലായിട്ട് ഡീൽ ചെയ്യുക എപ്പോഴും സബോർഡിനേറ്റിനോട്. ഒരാളോട് ഒരു പക്ഷപാതം കാണിക്കാതിരിക്കുക. ദേ ഷുഡ് നോട്ട് നെഗ്ലക്ട് ടു ഡിസ്ക്രിമിനേറ്റ് എംപ്ലോയീസ് ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, സെക്സിൻ്റെ പേരിൽ ഒന്നും ഒരു വേർതിരിവും കാണിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 12ാമത്തെ പോയിന്റിൽ പറയുന്നത് സ്റ്റെബിലിറ്റി, ടെന്യൂർ ആൻഡ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി, ടെന്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി എസെൻഷ്യൽ ടു ഗെറ്റ് എ മാക്സിമം കോൺട്രിബ്യൂഷൻ ഫ്രം വർക്കേഴ്സ്. വർക്കേഴ്സിൽ നിന്ന് മാക്സിമം കോൺട്രിബ്യൂഷൻസ് നമുക്ക് വേണം എന്നാൽ മാത്രമാണ് അതിനൊരു ഒരു കാലാവധി സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു ടെന്യൂറിന് എന്നുള്ളതാണ് പറയുന്നത്. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ബാഡ് മാനേജ്മെൻറ്റ്. ഒരു നന്നല്ലാത്ത രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ, മാനേജ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഥിരത ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചേഞ്ചസ് കൊണ്ടുവരിക, ഓരോ എംപ്ലോയിനെയും ഒരു സ്ഥാനത്ത് നിയമിക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാളെ വേറൊരു ജോലിയിലേക്ക് മാറ്റുക. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആ ഒരു വർക്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ അവർ ആ പെർഫോമൻസ് ഒക്കെ വളരെ പൂവറായിരിക്കും. കാരണം നമുക്കറിയാം ഒരു ജോബിൽ നമ്മൾ ചെയ്ത് പഠിച്ച് മനസ്സിലായി അത് നന്നായി വരുന്ന സമയത്ത് വേറൊന്നിലേക്ക് മാറ്റുക. അങ്ങനെ വരുമ്പം അവർക്ക് ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ട്
അവരുടെ ആ ഒരു പൊസിഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് നമ്മുടെ സമയവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓരോ എംപ്ലോയിയും സക്സസ് ആവണമെങ്കിൽ ഒരു പുതിയ വർക്കിൽ അതിനുള്ള കുറച്ച് ക്വാളിറ്റീസ് എങ്കിലും അവർ പൊസസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി 13ാമത്തെ പോയിന്റിൽ പറയുന്ന ഇനീഷ്യേറ്റീവ് ആണ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എംപ്ലോയി ഷുഡ് ബി ഗിവൺ ആഡക്വേറ്റ് ഫ്രീഡം ടു തിങ്ക് ആൻഡ് എക്സിക്യൂട്ട് ദെയർ ഐഡിയാസ്. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ കൂടി ഉൾക്കൊള്ളിക്കുക. അവർക്കും കൂടി ഒന്ന് ചിന്തിക്കാനൊരു സ്വാതന്ത്ര്യവും അവരുടെ ചില ഐഡിയാസ് നടപ്പിൽ വരുത്താനുള്ള ഒരു സപ്പോർട്ടും ഒക്കെ നമ്മൾ മാനേജ്മെൻറ്റ് എപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി നമ്മുടെ ഓർഗനൈസേഷൻ ഗോള് ഒരു മിനിമം എഫേർട്ട് കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു സംതിങ് വിതൗട്ട് വെയിറ്റിംഗ് ടു ഓർഡർ ഫ്രം സുപ്പീരിയേഴ്സ്, വെയിറ്റിംഗ് ഫോർ ഓർഡർ ഫ്രം സുപ്പീരിയർ. ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ സുപ്പീരിയർ ഓർഡർ ഇടട്ടെ അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിന് പകരം ആ ഓർഡറിന് പോലും കാത്തു നിൽക്കാതെ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ സുപ്പീരിയറുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷം അവിടെ അവർക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക, സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രം നല്ല രീതിയിൽ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവിടെ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 14ാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഓൾഡ് സേയിങ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം. നമ്മൾ പറയുന്ന പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ചൊല്ലാണത്. ദ എൻറ്റയർ ഓർഗനൈസേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് വൺ യൂണിറ്റ്. നമ്മൾ മൊത്തത്തിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റോ ആളുകളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ ആ ഒരു സ്ഥാപനത്തിനെ ഒരൊറ്റ യൂണിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കണം. കാരണം അവിടെ ഒരിക്കലും ഒരു ഡിസ്ഇൻറ്റഗ്രേഷൻ, എന്താണ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവരുത്. ദ സക്സസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത എന്ന് പറയാൻ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ നല്ലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ടീം സ്പിരിറ്റിലൂടെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹാർമണി ആൻഡ് യൂണിയൻ എമംഗ് പേഴ്സണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രേറ്റ് സ്ട്രെങ്ത്. നല്ല രീതിയിൽ കാര്യങ്ങളെ ഐക്യത്തോടു കൂടിയിട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തന്നെയാണ് ആ ഒരു കൺസേൺഡ് ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ മോട്ടോ ഡിവൈഡ് ആൻഡ് റൂൾ എന്താണ്? നമ്മൾ കേട്ടുള്ളൊരു ഇതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ അലൗ ചെയ്യാൻ പാടാത്തൊരു കാര്യമാണത്. അതായത് ആളുകൾ തമ്മിൽ ഒരു കൂട്ടായ്മയില്ലാതെ ഓരോ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് വരുമ്പോൾ അവർക്ക് ഒന്നിനും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കൃത്യസമയത്ത് ഇടപെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും വർക്ക് ചെയ്യുന്ന സ്ഥാപനം തൻ്റേതാണ് എന്ന് തോന്നുന്ന രീതിയിൽ വേണം അവർക്ക് അത് ആ ഒരു അന്തരീക്ഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഒരു വർക്കിൽ കോപ്പറേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതുവഴി ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും എല്ലാവരും റെഡി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെൻറി ഫെയോളിൻ്റെ ഈ 14 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ ഒരു സ്ഥാപനം മാനേജ് ചെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ 14 കാര്യങ്ങളും അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്യുക, ആളുകൾക്കനുസരിച്ച് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും കൊടുക്കുക, ഓരോ ഡിസിപ്ലിൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഒരു വ്യക്തി ഒരേ സമയം ഒരാളിൽ നിന്ന് മാത്രം കമാൻഡ് റിസീവ് ചെയ്യുക, കൃത്യമായിട്ട് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, സബോർഡിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൃത്യമായിട്ട് അവരെ റെമ്യൂണറേഷൻ കൊടുക്കുക, ആൻഡ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ തീരുമാനം എടുക്കാനും അത് നടപ്പിൽ വരുത്താനുള്ള കഴിവ് സെൻട്രലൈസേഷനും ആൻഡ് ഡീസെൻട്രലൈസേഷനെല്ലാം പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ പ്രൊവൈഡ് ചെയ്യുക, അതിനെയാണ് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കൃത്യമായ ഓർഡർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇക്വിറ്റി, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡി കോപ്സ്, ഇത്രയും 14 പോയിന്റുകളെയാണ് നമ്മളിതിൻ്റെ ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാവുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്